പശ്ചിമേഷ്യയിലെ ഗസയിൽ വെടിനിർത്തൽ നിർദ്ദേശവുമായി ഇസ്രായേൽ രംഗത്ത് വന്നു. വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു. 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിൻ്റെ കരട് ഖത്തർ വഴി ഹമാസിന് ഇസ്രായേൽ കൈമാറി. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മെറിൻ മേരി ചാക്കോ, വിശദാംശങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് SKN. ഗസയിൽ വെടിനിർത്തലിനും അതുപോലെ തന്നെ ബന്ദികളുടെ മോചനത്തിനുമായി ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായാണ് ഇപ്പോൾ US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിക്കുന്നത്. വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസംഗത്തിലാണ് ബൈഡൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. 3 ഘട്ടത്തിലായുള്ള വെടിനിർത്തൽ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങളുടെ കരട് രൂപം മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഖത്തർ മുഖാന്തരം ഇപ്പോൾ ഹമാസിന് കൈമാറിയെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു കഴിഞ്ഞു. പ്രധാനമായും ഇത് സുവർണ അവസരമാണ്. ഈ ഒരു അവസരം ഹമാസും ഇസ്രായേലും പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3 ഘട്ടങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ നിർദ്ദേശങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ടം 6 ആഴ്ചയാണ് നീണ്ടു നിൽക്കുക. ഈ 6 ആഴ്ചത്തെ ആദ്യഘട്ടത്തിൽ ഗസയുടെ ജനവാസ മേഖലകളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറണം. അതിനു പകരമായി ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണം. അതുപോലെ തന്നെ ഗസയിലേക്ക് ദിനം പ്രതി 600 ട്രക്ക് അവശ്യ സഹായം എത്തിക്കുന്നതിനുമാണ് ഈ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ ഖത്തറിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകളും അതുപോലെ തന്നെ നയതന്ത്ര ചർച്ചകളും തുടരുമെന്നും ഈ നിർദ്ദേശത്തിലുണ്ട്. ഈ 1ാം ഘട്ടം വിജയിച്ചാൽ മാത്രമാണ് 2ാം ഘട്ടത്തിലേക്ക് കടക്കുക. ഈ 2ാം ഘട്ടത്തിൽ പ്രധാനമായും ഗസയിൽ നിന്നും ഇസ്രായേൽ പ്രതിരോധ സേന പൂർണ്ണമായും പിന്മാറണമെന്ന് തന്നെയാണ് 2ാം ഘട്ടത്തിലെ നിർദ്ദേശം വരുന്നത്. ഇത് പ്രകാരം 3ാം ഘട്ടം എന്ന് പറയുന്നത് ഗസയുടെ പൂർണ്ണമായിട്ടുള്ള പുനരുദ്ധാന പദ്ധതികളിലാണ് ഉള്ളത്. ഇത്തരത്തിൽ 3 ഘട്ടങ്ങളായിട്ടുള്ള കരട് നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഹമാസിനെ അറിയിച്ചു കഴിഞ്ഞുവെന്ന് തന്നെയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കിയാൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ വ്യവസ്ഥകൾ അംഗീകരിക്കൂ എന്നതിനാണ് ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ നയതന്ത്ര ശ്രമങ്ങളുടെ വിജയമായാണ് ഇത്തരം നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നതെന്ന് തന്നെയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. SKN. താങ്ക് യു മെറിൻ മേരി ചാക്കോ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.